ഇതെന്താ എല്ലാവരും ഇവിടെ ഇങ്ങനെ കടന്നു കളഞ്ഞു? ജോലിയൊന്നും ചെയ്യാനില്ലേ? ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ആഹാരമൊന്നും കഴിച്ചില്ലേ? അതിന് ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? ബാബുട്ടി, ഇവർക്കൊന്നും ഉണ്ടായി കൊടുത്തില്ലേ? ഇവിടെ അരി തീർന്നിരിക്കുന്നു. ആദർശം പറഞ്ഞുകൊണ്ട് കിടന്നാൽ ഇവിടെ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നാ തോന്നുന്നത്. ആരും പട്ടിണി കിടന്ന് മരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം എന്റെ കൂടെ വരണം. എല്ലാവർക്കും ആഹാരം കഴിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കിത്തരാം. പുറപ്പെടും. ഉണ്ടായിരിക്കണം. പണിക്കരേട്ട് നിങ്ങൾ മനസ്സിലായില്ലേ? അല്ല, ഇത് നമ്മുടെ രാമു അല്ലേ? ഇതാര് വേലായുധനോ? കൊച്ചു കള്ളൻ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ താടിയൊക്കെ വെച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല. അല്ല, ബാബുവും തോമസും കേശവനും എല്ലാവരും ഉണ്ടല്ലോ. അവന്റെ ഒരു മാല. നിങ്ങളിപ്പോ കുതിരപ്പുറത്ത് കയറി സുഖമായിട്ട് കഴിഞ്ഞുകൂടുക. ഞാൻ ഇപ്പോഴും ഈ കളത്തിൽ കിടന്ന് കഷ്ടപ്പെടുക. അതെ, എല്ലാവരും കൂടി എന്താ ഈ രാത്രിയില്? ഞങ്ങളുടെ ക്യാമ്പിൽ അരി തീർന്നു. കുറച്ച് അരി വേണമല്ലോ പണിക്കരേട്ട. അതിനല്ലേ നെല്ല് പുഴുങ്ങി കുത്തിയ അരിയായി. നിങ്ങൾക്കില്ലാത്ത നെല്ലോ? നല്ല കഥ. മുതലാളിയുടെ നെല്ലല്ലേ ഇവിടെ കുന്നുകൂടി കെട്ടിക്കിടക്കുന്നത്. ആവശ്യമുള്ളത്ര എടുത്തോണ്ട് പോണം. ബാലു, ആവശ്യമുള്ള നെല്ലെടുത്ത് കുതിരപ്പുറത്ത് കയറ്റിക്കൊള്ളൂ. രാമു, ഇപ്പത്ര മതിയല്ലോ. അപ്പൊ നിങ്ങൾ വരട്ടെ പണിക്കരേട്ട. അതെന്തൊരു പോക്കാണ് രാമു. ഈ നല്ല ഞാൻ ഏത് കണക്കിൽ എഴുതും? ഈ ഒരു മനോരമ പോലില്ലല്ലോ. ഏത് കണക്ക് വേണേ എഴുതിക്കോ. മണ്ടൻ. എന്നെ ഈ കട്ടിൽ ഒന്ന് കെട്ടിട്ട് പോണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനേറ്റു. അങ്ങനെയാണ് ഇതാ കയറ്. അത് മുറുക്കെ കെട്ടിയേക്കണം കേട്ടോ. വേഗം കെട്ടാൻ നോക്ക്, വേഗം പോവാൻ നോക്ക്. എന്റെ ദൈവം, അവസാനം നോക്കോട്ടെ. സാരമില്ല, അപ്പോഴേക്കും കൊല്ലാൻ തുടങ്ങാണോ? ഒന്ന് വേഗം സ്ഥലം വിടാൻ നോക്ക്. കേട്ടോ. കൊള്ളക്കാർ എത്ര പേരുണ്ടായിരുന്നു? വരട്ടെ, ഒന്ന് ആലോചിക്കട്ടെ. 1, 2, 3, 4. ഒന്ന് വേഗം പറഞ്ഞുകൊള്ളടാ. സുമാർ ഒരു 10-25 പേര് കാണും മുതലാളി. അവരുടെ ആരുടെയെങ്കിലും മുഖം നിനക്ക് പരിചയമുണ്ടോ? മുഖം കണ്ടിട്ട് വേണ്ടേ പരിചയപ്പെടാൻ? കൂരാകൂരിട്ടായിരുന്നു. അതും ഇന്നലെ കറുത്ത വാവ്. അവരെ കണ്ടപ്പോ താൻ എന്ത് ചെയ്തു? ഞാൻ ഓടി വരണേ പറഞ്ഞ് നിലവിളിച്ചു. ഓഹോ, എന്നിട്ട്? സത്യം പറയാമല്ലോ, അവര് തോക്കി ഊണ്ടിയപ്പോ ഞാൻ കൂവൽ നിർത്തി. പിന്നെ അവരെന്നെ ഈ കട്ടില് കെട്ടിയിട്ടിട്ട് മുതലാളുടെ നെല്ലെല്ലാം എടുത്തോണ്ട് പോയി. കഴുത, ഇവനോട് ചോദിച്ചാ ഒരു വിവരവും കിട്ടില്ല ഇൻസ്പെക്ടർ. നമുക്കിവിടെ വേറെ ഒരു അന്വേഷണം നടത്തണം. പക്ഷെ ഒന്ന് കരുതിക്കോളൂ, കൊള്ളക്കാരിറങ്ങിയിരിക്കുന്നു. മുതലാളിമാരുടെ എല്ലാവരുടെയും തലയെടുക്കുമെന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു പോയിരിക്കുന്നത്. സൂക്ഷിക്കണം. സ്നേഹം കൊണ്ട് പറയുക, ഈ കഴുത്തിന് മുകളിൽ തലയില്ല എന്ന് വെച്ചാൽ പിന്നെ മനുഷ്യനെ എന്തിന് കൊള്ളും? മിണ്ടാരിയുടെ ഇരപ്പാലി. ഒരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞു പോയതാ മുതലാളി. നിനക്കൊക്കെ ചോറ് തരുന്ന എന്നെ തല്ലാനാളില്ലാത്തോണ്ടാണ്. വരൂ ഇൻസ്പെക്ടർ. മാഷ് പേടിക്കണ്ട, ഇത് ഞാനാണ്. വേലായുധനോ? വരൂ, അകത്തേക്ക് വരൂ. എന്താ ഈ സമയത്ത് ഇങ്ങോട്ട്? കാര്യമുണ്ട്. മാഷ് ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും വേലായുധ? സീത ഞങ്ങളുടെ കൂടെ കാട്ടിലുണ്ട്. രാമു ഒന്നിച്ചു വന്നു. അത് പറയാനാണ് വന്നത്. ഓ, സന്തോഷമായി. അത്രയെങ്കിലും അറിയാൻ കഴിഞ്ഞല്ലോ.
മകളുടെ കാര്യത്തിൽ മാസ്റ്റർക്ക് വിഷമല്ലേ? വിഷമമില്ലാതിരിക്കും വേലായുധ. ഞാൻ അവളുടെ അച്ഛനല്ലേ. മടങ്ങിപ്പോരാൻ ഞങ്ങളെല്ലാം അവളോട് നിർബന്ധിച്ചതാണ്. പക്ഷെ അനുസരിക്കുന്നില്ല. അവൾ അനുസരിക്കുകയില്ല. അത്രമാത്രം രാമുവിനെ അവൾക്ക് ജീവനാണ്. ഇനി എന്റെ മകളെ തിരിച്ചു കിട്ടുമോ വേലായുധ? മറ്റാരുമില്ലാത്ത അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ എനിക്കും വിഷമം ഇല്ലാതില്ല. അതിരിക്കട്ടെ, എന്താ നിങ്ങളുടെ ലക്ഷ്യം? കുറെ കപട വിഗ്രഹങ്ങളുണ്ട് ഇവിടെ. അതെല്ലാം തച്ചുടയ്ക്കണം. ചിലതിനെയൊക്കെ ഒന്ന് എതിർക്കണം. സംഹാരം ഒരു ലക്ഷ്യമല്ല. സൃഷ്ടി എവിടെ? തലമുറകളായി ചോദ്യം ചെയ്യപ്പെടാതെ അനുഭവിക്കുന്ന കുറെ ദുരിതങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, അടിമത്തമുണ്ട്. ഇനിയും ഇത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എതിർത്ത് മരിക്കുകയെങ്കിലും വേണം. മരിച്ചാൽ ഞങ്ങളെപ്പോലെ കുറെ പേർ എന്തിനു വേണ്ടി മരിച്ചു എന്ന് അടുത്ത തലമുറ അന്വേഷിക്കാതിരിക്കില്ല. സൃഷ്ടി അവർക്ക് വിട്ടുകൊടുക്കുന്നു. അവർക്ക് വേണ്ടി മരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. അപ്പൊ പിന്നെ എന്റെ മകളെ കുറിച്ച് ഞാൻ എന്തിനു വിഷമിക്കണം? മാഷ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സീതയ്ക്കും രാമുവിന് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. സീതയെ ഞാൻ അന്വേഷിച്ചതായി പറയണം. പറയാം മാഷേ. ഇനി എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ പോകട്ടെ. ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കണ്ടേക്കാം മാഷേ. ബാബു, തോമസ്, എല്ലാവരും വരണം. രാമു എവിടെ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കണം. ഇത് വായിക്കൂ. ഇതെന്തിന്? ഞാൻ സീതയുടെ അച്ഛനെ പോയി കണ്ടിരുന്നു. നിങ്ങൾ ഒരുമിച്ച് കഴിയുന്നതിൽ മാഷക്ക് സന്തോഷമേ ഉള്ളൂ. ഇതാ, കല്യാണം നടക്കട്ടെ. ഇവിടെ വെച്ചു? പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ വിവാഹം എവിടെ വെച്ചു ആവാം. അതിന് സ്ഥലവും മുഹൂർത്തവും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ സീതയല്ലാതെ വേറെ സ്ത്രീകളില്ല. ആ നിലയ്ക്ക് നിങ്ങളിവിടെ അന്യരായിട്ട് കഴിഞ്ഞുകൂടാ. അതുകൊണ്ട് മനസ്സിലായി. ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി തന്നെ ജീവിക്കാം. സീതെ, മല വാങ്ങും. എന്താണ് ആലോചിക്കുന്നത്? എന്താണ് ആലോചിക്കുന്നത്? നിന്റെ കഷ്ടകാലത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്റെ കഷ്ടകാലമോ? എന്നെ സ്നേഹിച്ചത് അബദ്ധമായി പോയി എന്ന് നിനക്കിപ്പോ തോന്നില്ലേ? ഇല്ലല്ലോ. എങ്ങനെയെല്ലാമോ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഈ കല്യാണം ഇങ്ങനെ ആയിപ്പോയതിൽ സീതയ്ക്ക് വിഷമമില്ലേ? നമ്മളിപ്പോ കാട്ടിലായിപ്പോയത് കൊണ്ടാണോ രാമേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നാടും കാടും എനിക്കെന്തിനാ? എനിക്കെന്റെ രാമേട്ടൻ മാത്രം മതി. ഞാനിപ്പോ ഒരു കൊള്ളക്കാരനാണ്. ഒരിക്കലും അല്ല. ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് സീതയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ രാമേട്ടന് നല്ലതേ ചെയ്യാൻ കഴിയൂ. കുട്ടിക്കാലം മുതൽക്ക് രാമേട്ടൻ ഞാൻ അറിയുന്നതല്ലേ. പക്ഷേ എന്റെ ജീവിതം അപകടം പിടിച്ച ഒന്നാണ്. ഏത് സമയത്തും എന്താപത്തും സംഭവിക്കാം. എന്റെ രാമേട്ടന് മാത്രമായിട്ടൊരാപത്തോ? ആദ്യം സീതയ്ക്ക്, അത് കഴിഞ്ഞ് രാമേട്ടന് ആപത്ത് വരൂ. സീതയുടെ മടിയിൽ കിടന്ന് രാമേട്ടൻ മരിക്കില്ല. രാമേട്ടന്റെ മടിയിൽ കിടന്ന് സീത മരിക്കും. സീതേ,